അപ്പോൾ നമ്മളിന്ന് മക്രോണിയാണ് ഉണ്ടാക്കാൻ പോണത്. മക്രോണിയ ചൂടുവെള്ളത്തിൽ ഉപ്പും വെളിച്ചെണ്ണയും പാർന്നിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചീഞ്ചട്ടിയിൽ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, സവാള വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലകളിടാം. വീഡിയോ ഓഫായി പോയതാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. ഇപ്പോൾ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇപ്പം നമുക്ക് എരിവ് നന്നായി ഇടണ്ട. ഇത് ഈ മക്രോണിയിൽ പെട്ടെന്ന് എരിവ് പിടിക്കും. നമുക്ക് മസാലകളൊക്കെ ഒന്ന് ഇതാക്കാം. ഇന്ന് പ്രത്യേകത മുട്ട പൊട്ടിച്ച് പറഞ്ഞിട്ടാണ്. ഞാൻ മുട്ട പാരാണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 മുട്ട ഇതിൽ പൊട്ടിച്ച് പാരാം. അപ്പോൾ നമ്മൾ 2 മുട്ട ഇതിൽ പൊട്ടിച്ച് പാരുണ്ട്. നമുക്കിത് നന്നായിട്ട് വീഡിയോ ഞാൻ തന്നെ എടുക്കണമെന്നാണ്, ഫോണിൽ ആയതുകൊണ്ടാണ് ക്ലിയർ വരുന്നില്ല. അപ്പോൾ ഇതാ നമ്മളെ മുട്ടയൊക്കെ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ മക്രോണിയെ കൊട്ടാം. മക്രോണിയെ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഈ മസാല ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയെ ഇടാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്ത് ഇപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇന്ന് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അത് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടാണ്. സ്കൂളിൽ വിട്ട് വരേണ്ട നേരമായി. ഞാനിപ്പോൾ ഒരടുപ്പത്ത് ചായയും വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.